നമസ്കാരം. ഇവിടെ ഡൽഹി റെയർ ഫെയർ നടക്കുന്നു. അപ്പം നമ്മൾ അവിടുന്ന് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിക്കുക. അതുപോലെ തന്നെ ഒത്തിരി വീഡിയോ അവിടുത്തെ ഓരോ സ്റ്റേറ്റിലെ ഇതുണ്ട്, കടകൾ അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളെല്ലാം നമുക്കിഷ്ടമുള്ളത് ചെന്ന് കാണുകയും ചെയ്യാം. അവർ നമ്മൾക്ക് സാമ്പിൾ തരുകയും ചെയ്യും, കഴിക്കാനും അതുപോലെ തുണിയൊക്കെയാണെങ്കിൽ അത് കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. 5 ദിവസത്തെയോ 6 ദിവസത്തെയോ കണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെയാണ് പോയത്. ഭയങ്കര തിരക്കെന്ന്. നമ്മുടെ നാട്ടിലേ ഉണ്ട് കപ്പയും മീൻകറിയൊക്കെ ഉണ്ട്. പക്ഷേ കപ്പയും മീൻകറിയൊക്കെ മേടിച്ചു ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. ഇവിടുത്തെ റേവു എന്ന് പറയുന്ന മീനെ ആയിരുന്നു കൂട്ടാൻ വെച്ചത്. പക്ഷേ ഒരു കാശിന് കൊള്ളത്തില്ല. ഭയങ്കര വിലയായിരുന്നു, 250 രൂപയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്ക് അവിടെ ഇത് സ്ഥലമെടുക്കണമെങ്കിലൊക്കെ ലക്ഷങ്ങളാണ് കൊടുക്കണ്ടേ. അപ്പോൾ അവരത് മുതലാക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ സാധനങ്ങളും, പക്ഷേ കുറേ ക്വാളിറ്റിയുള്ള സാധനങ്ങളെ അവിടെ കൊണ്ടുവന്നു വെക്കത്തുള്ളൂ ആദ്യം. അപ്പം ഞങ്ങൾ പോയി എല്ലാം കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 12 മണിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ 8-8:30 രാത്രി. അപ്പോൾ ഇന്നും കൂടെ ഉള്ളത്. അപ്പം പിന്നെ എളുപ്പം തീരുമല്ലോ. അപ്പം നിങ്ങൾ ഒക്കെ ഡൽഹിയിൽ എപ്പോഴേലും വരുന്ന സമയമോ അല്ലെ ഇത് കാണാനായിട്ടോ അങ്ങനെ വരുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. നല്ലതാണ്. നമ്മുടെ ലോകത്തിലെ മൊത്തം സ്ഥലങ്ങളിലെ ഉണ്ടല്ലോ, ഓരോ സ്റ്റേറ്റിൻ്റെ അവർ എഴുതി വെച്ചിട്ടുകൊണ്ട് അവരുടെ ഓരോ സ്റ്റേറ്റിൻ്റെ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ അതൊക്കെയാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം നിങ്ങളെ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ അപ്പം നമുക്ക് ഇന്ന് നമ്മൾ മേടിച്ച സാധനമൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മൾ മേടിച്ച സാധനം ഇതൊക്കെയാണ്. ഞാൻ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ മേടിച്ചത് വേണ്ടേ, ഇത് കണ്ടോ, മുളയുടെയാണ്. ഈ മുളയുടെ സാധനം ചെടി പൂവൊക്കെ വെക്കാവുന്നത്. ഞാൻ 2 എണ്ണം ഇതിന്, ഒരെണ്ണത്തിന് 100 രൂപ വെച്ച് ഞാൻ 2 എണ്ണം 200 രൂപയ്ക്ക് ഇത് മേടിച്ചത്. പിന്നെ നമ്മൾ മേടിച്ചത് നമ്മുടെ നാട്ടിലെ ചിപ്സാണെന്ന് തോന്നുന്നു. നാട്ടിൽ നിന്ന് കേരളത്തിൻ്റേതിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. ഓരോ സ്ഥലത്തേതും ഉണ്ടല്ലോ, നമ്മൾ ഓരോ സ്ഥലത്തേതുമായി മേടിച്ചെടുത്തേക്കുന്നത്. ഇതാണ് ചിപ്സ്. അത് കണ്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വേണ്ട, ഞാൻ ഇച്ചിരി വാരി നിങ്ങളെ കാണിക്കാം. ഇത് 1/4 കിലോ 100 രൂപയ്ക്കോ കണ്ടാന്ന് തോന്നുന്നു. ഇത്രയും ഇതിന് നല്ല രുചിയുണ്ട്. ഞങ്ങൾ ആദ്യം നമുക്ക് സാമ്പിൾ തരും എല്ലാം കഴിച്ച് നോക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിത് മേടിച്ച്, അങ്ങനെ ഈ ചിപ്സ് മേടിച്ച്. ഇത് നമ്മുടെ നാട്ടിലാണ് മേടിച്ച്. പിന്നെ നമ്മൾ വേണ്ട ഈ ജ്യൂസൊക്കെ അടിക്കുന്ന ഇതില്ലേ, അത് നമ്മളൊരെണ്ണം മേടിച്ച് വേണ്ടേ. ഇത് ഇവിടൊക്കെ നോക്കിയപ്പോൾ 500 രൂപയൊക്കെയാണ് പറയുന്നത്. ഇത് 450 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് പിന്നെ അവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് പേശാനും ഒന്നും നോക്കത്തില്ല, ഫിക്സ് അല്ല പൈസയായി അവിടെ നിൽക്കുന്നത്. പിന്നെ ക്വാളിറ്റി ഉള്ള സാധനമേ അവിടെ കൊണ്ടുവരാനും ഒക്കത്തില്ലല്ലോ. എല്ലാം റെയ്ഡ് ഫെയർ നടക്കുന്നതില്ലയോ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾക്ക് ഇൻ്റർനാഷണലാണ് എല്ലാം നല്ല സാധനമേ വെക്കാനൊക്കെ ഉള്ളൂ. ഇത് മേടിച്ച് നമ്മൾ ഉപയോഗിച്ചില്ല. ഇനി ഒരു ദിവസം ഉപയോഗിക്കുന്നത് കാണിക്കാം. അതിനൊരു ചാർജും ഉണ്ട്. ഇത് അത് കുത്തിയാണ് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മേടിച്ചത് ഇങ്ങനെ ഈ ഇതൊക്കെ ഇല്ലേ, നമ്മുടെ ഈ കാബേജ് ബീട്രൂട്ട് ഒക്കെ അരിയാവുന്ന, അതാണ് നമ്മളിത് മേടിച്ചത്. എനിക്ക് ഒരെണ്ണം പണ്ടുണ്ടായിരുന്നത് ഈ ചരട് വെച്ച് വലിക്കുന്നതായിരുന്നു. എൻ്റെ മരുമകൻ കൊണ്ടു തന്നെ. അത് പക്ഷേ അങ്ങ് കേടായിപ്പോയി. അത് ചരടങ്ങ് പൊട്ടിപ്പോയി. ഇതിപ്പോൾ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് സാധനമെല്ലാം വെച്ചിട്ട് വേണം പ്രസ് ചെയ്യാൻ. അത് മുറുക്കിക്കൊണ്ട് തേണ്ട ഇങ്ങനെ പ്രസ് ചെയ്യും ഇതിനകത്തിട്ട്. ഇത് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് ഓഫാക്കുകയും ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഇതിന് എത്ര, ഇതിനാണെങ്കിൽ 300 രൂപയായി. 300 രൂപയായി ഇതിലും ഇച്ചിരി കൂടെ വലുതിന് 350. അത് തന്നെ 350. മറ്റേതിന് 450, ഇച്ചിരി കൂടെ വലുതിന്. നമ്മളിതാ മേടിക്കും. പിന്നെ നമ്മൾ മേടിച്ചത് നമ്മുടെ കോഴിക്കോടൻ അലുവ, ആ അലുവ ഈ അലുവ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ കടച്ചക്ക അലുവ അതൊക്കെയാണ് വേണ്ടത്. ഇതിന് 300 രൂപ. അപ്പം നമ്മൾ 1/2 കിലോ മേടിക്കുകയാണെങ്കിൽ 300 രൂപ. അത് ഒരെണ്ണത്തിനേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് അലകലകയല് അപ്പോൾ വേറെ ആണല്ലോ, ചക്കയുടെ കരിക്കിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇതാ മേടിച്ച് 1/2 കിലോ 300 രൂപയ്ക്ക്.
പിന്നെ നമ്മൾ മേടിച്ചു വേണ്ട ഒരു ചിപ്സിൻ്റെ പാക്കറ്റ്. അത് ലാസ്റ്റ് ആയതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഇന്നൂടെ ഉള്ളല്ലോ. അപ്പോൾ അവരിത് 100 രൂപയ്ക്ക് ഈ ചിപ്സിന്. പിന്നെ തമിഴ്നാട്ടുകാരുടേതാണ് ഞങ്ങളിത് മേടിച്ചത്. ഇത് പാവയ്ക്ക കൊണ്ടാട്ടം. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാമ്പിളും നമുക്ക് തരുമായിരുന്നു. നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ മേടിച്ച 300 രൂപയാണ്. പക്ഷേ നമ്മളിനി ഇത് ഉപയോഗിക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താ. പക്ഷേ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തോന്നിച്ചുകൊണ്ട് നമ്മൾ മേടിച്ചതാണ്. 300 രൂപയ്ക്ക് ഇത് മേടിച്ചു. അപ്പം നമ്മൾ അതുമല്ല. പിന്നെ നമ്മൾ മേടിച്ചത് വേണ്ട ഈ ഒരു ഇത് എന്തതിൻ്റെ ഇത് സ്ട്രോബെറിയുടെ ഈ കൊച്ചു ബട്ടണ് പോലുള്ള ഇത് നല്ല തിന്നാൻ നല്ല രുചിയുണ്ട്. നമ്മളിത് പഞ്ചാബിക്കാരുടെ ഡാബയിൽ നിന്നാണ് മേടിച്ചത്, അവരുടെ കടയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഓരോരോ സ്റ്റേറ്റിൻ്റെ നമ്മൾ ബാക്കി പൈസ ഇഷ്ടംപോലെ വേണം. അപ്പം നമ്മൾ ഇത്രയൊക്കെ മേടിച്ചുള്ളൂ. അന്നേരം നമ്മളിത് അവരിത് സാമ്പിൾ തന്നപ്പം കഴിച്ച് നോക്കിയപ്പോൾ നല്ല രുചിയുണ്ട്. അങ്ങനെ നമ്മൾ ഇത് മേടിച്ചു. എല്ലാത്തിൻ്റെയും സാമ്പിൾ നമുക്ക് അവർ തരും. പിന്നെ ജ്യൂസ് വഗേര എല്ലാം എനിക്കറിയത്തില്ല. അങ്ങോട്ട് ചെന്നാൽ മതി, ഇഷ്ടം പോലും സാധനമേ ഉള്ളൂ. നമ്മൾ കുറച്ച് രൂപയും കൊണ്ട് പോയിട്ട് ഇന്ത്യക്കാരൊക്കെ എന്തുമാത്രമാണ് മേടിക്കുന്നത്. നമ്മളൊക്കെ ഇത്രയും മേടിച്ചുള്ളൂ. പിന്നെ നമ്മൾ അവിടുന്ന് മേടിച്ചു വേണ്ട ഒരു 100 രൂപ ഏതെടുത്താലും. ഞാനൊരു മോതിരം മേടിച്ചു, പിന്നെ എൻ്റെ മോക്കൊരു മോതിരം, ഞങ്ങൾ 2 എണ്ണം. അങ്ങനെ ഇത് 200 രൂപയ്ക്ക് മേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ കുഞ്ഞിന് 250 രൂപയ്ക്ക് 2 പാവ മേടിച്ചായിരുന്നു. നല്ല അടിപൊളി പാവയായിരുന്നു. നമ്മൾ ഈ ഇൻ്റർനാഷണൽ ആകുമ്പോൾ അവർ നല്ല സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കത്തുള്ളല്ലോ. അപ്പം നമ്മൾ 2 എണ്ണം മേടിച്ചു. അത് പക്ഷേ നമ്മൾ മെട്രോയിൽ ഇട്ട് ചെക്കിങ് നടത്തിയപ്പം കവറ് മാറിപ്പോയി. അങ്ങനെ നമുക്കത് അങ്ങ് പോയി, എവിടെയാണെന്ന് അറിയത്തില്ല. വീട്ടിൽ വന്ന് കവറ് നോക്കിയപ്പോഴാണ് കാണാം. അങ്ങനെ ഒരു നഷ്ടം പറ്റി. പിന്നെ സുഖമായിരുന്നല്ല, നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് നല്ലതായിട്ട് ക്ഷീണമൊന്നും വലുതായിട്ടില്ലായിരുന്നു. അപ്പം ബാക്കി വീഡിയോ എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാം. ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾ കാണണം കേട്ടോ. സ്റ്റിപ്പടിച്ച് പോകരുത്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.